മരുഭൂമികൾക്ക് നടുവിൽ പച്ചപ്പരവത അനുകരിച്ച പോലെ ഒരു ഗ്രാമം, നിറയെ കൃഷിസ്ഥലങ്ങളും തനി നാട്ടുംപുറത്തെ മൺനിറഞ്ഞ വഴികളും ഒട്ടകങ്ങളും ആടുകളും പശുക്കളും നിറഞ്ഞ ഒരു ഗ്രാമം. അതാണ് റാസൽ ഖൈമയിലെ അൽ ഹംറാനിയ. ഈ ഗ്രാമത്തിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 5:30 മണിക്കാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത്. നമ്മുടെ കൂട്ടുകാരനെ ബിനുവിന്റെ ബൈക്കിലാണ് നമ്മൾ ഹംറാനിയിലേക്ക് പോകുന്നത്. ദുബായിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ സഞ്ചരിച്ചാൽ നമുക്ക് ഹംറാനിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നെറ്റൊരു ഏരിയ. എന്തൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റ്? അൽ ഹംറാനിയ ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ നമുക്ക് ഇതേപോലുള്ള കാഴ്ചകൾ നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. അൽ ഹംറാനിയ സന്ദർശിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് അതിരാവിലെയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയ ഒരു സൺറൈസ് ആണ് നമുക്ക് ഈ അൽ ഹംറാനിയയിൽ കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ ഹംറാനിയ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോ തന്നെ ഇവിടെ വലിയൊരു ഒട്ടകത്തിന്റെ ഒരു ഫാം ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. അതിന്റെ ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നല്ല കറുത്ത കളറിലുള്ള ഒട്ടകങ്ങളും അതേപോലെ നല്ല തൂവെള്ള കളറിലുള്ള ഒട്ടകങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 3 ദിവസം മാത്രം പ്രായമുള്ള ഒട്ടകത്തിന്റെ ഒരു കുഞ്ഞിനെയാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ അതിന്റെ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒട്ടകങ്ങൾ ഏകദേശം 1 വയസ്സ് പ്രായമുള്ള ഒട്ടകങ്ങളാണ്. ഈ 1 വയസ്സ് പ്രായമായ ഒട്ടകങ്ങളാണ് ഇവർ കൂടുതലായിട്ട് ഈ ക്യാമൽ റേസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ ഹംറാനിയ ഒരു ഏരിയയിൽ നമ്മൾ എത്തിയിട്ടോ. പച്ചപ്പുല്ലിന്റെ ഒരു കൃഷി സ്ഥലമാണ് കേട്ടോ നമ്മളെ കാണുന്നത്. നമ്മളെ ഏകദേശം ഒരു വാഗമൺ അല്ലെ ഊട്ടിയിലൊക്കെ പോയ പോലെയുള്ള ഒരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ഗ്രീനറി ആണ്. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് മരങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. റോഡിന്റെ 2 സൈഡിലും ഇതേപോലെയുള്ള ഫാമുകളാണ് കേട്ടോ. മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പച്ചപ്പുല്ലിന്റെ ഈ ഒരു ഫാമിൽ കൂടെ നമുക്ക് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതേപോലെ വയലിന് നടുവിൽ കൂടെ നടക്കുന്ന ഒരു ഫീലൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നത്. നമ്മൾ ഹംറാനിയയിൽ വരുമ്പോൾ ഒരുപാട് ഫാമുകളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ അലൗഡ് ചെയ്യുന്നുണ്ട്. നമ്മളപ്പോൾ ഈ വലിയൊരു ഫാമിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ വന്നത് കേട്ടോ. ഫുള്ള് ഇവിടെ ഗ്രീനറി ആണ്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഇതേപോലെയുള്ള പുൽപ്പാടങ്ങളാണ് നമ്മൾ കാണുന്നത്. ആശിഷ് എന്ന് പറയുന്ന ആ പുല്ല് വെക്കുന്ന വലിയ വലിയ ഫാമുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പൊ കാണുന്നത് മറ്റൊരു ഫാമാണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു വ്യൂ ഇതാണ് കേട്ടോ. അതുപോലെ പച്ചപ്പുല്ലാണ് ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ഓരോ ഫാമിന്റെയും ആംബിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ഫാമിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മുടെ യാത്ര നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈന്തപ്പനത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഒരു വഴി കൂടെയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും അടുത്തൊരു ഫാമിലെത്തി. അവിടെയും ഇതേപോലെ ആശിഷ് എന്നിവരുള്ള തീറ്റപ്പുല്ലിന്റെ കൃഷി തന്നെയുണ്ട്. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. നാട്ടിലൊരു വയല് പോലുള്ള ഒരു കാഴ്ചയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ചോളത്തിന്റെ ഒരു ഫാമാണ് കേട്ടോ. വലിയൊരു ഫാമാണ്. പക്ഷെ ഇത് ചെറിയ ചെറിയ ചെടികളാണ്. ഈ ഒരു റോഡിന്റെ സൈഡിൽ ഫുള്ള് ഫാമുകളാണ്. അപ്പൊ നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ ഓരോ ഫാമിലും കയറി കുറച്ച് വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു ആടിന്റെ ഫാമുണ്ട്. എല്ലാം നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫുഡിനെ വിചാരിച്ചിട്ട് ഓടി വരുന്നുണ്ടല്ലോ. വഴുതനങ്ങയുടെ ഫാമാണ് കാണുന്നത്. ചെറിയ ചെടിയാണ്. ഏകദേശം 2 മാസമായിട്ടുള്ള ചെടികളാണ്. അതൊന്നും വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇനി അതൊരു 6 മാസത്തോളം അവരത് ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ടാണ്. അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് നമുക്ക് ഓരോ ഫാമിലും കയറി നമുക്ക് കാണാട്ടോ. ആരും റോട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പുൽകൃഷികളാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് പച്ച റോഡിന്റെ അവിടേക്ക് വരാണെങ്കിൽ നമുക്ക് ഇവിടെ ഫുള്ള് ഇങ്ങനെ വെജിറ്റബിൾസ് ഇതൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. കാണുന്നുണ്ട് ഇത് ഫുള്ള് വെണ്ടയ്ക്കയുടെ ഫാമാണ് കേട്ടോ. ഒരുപാട് ഏരിയയിലുണ്ട്.
നമ്മളിപ്പോ നിൽക്കുന്നത് പാവക്കയുടെ ഫാമിന്റെ അവിടെ കേട്ടോ. ഒരുപാട് പാവയ്ക്കുണ്ട്, പക്ഷെ അതിങ്ങനെ ഉണ്ടായി വരുന്നുള്ളൂ. എന്നുവെച്ചാൽ സീസൺ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ചെറിയ ചെറിയ പാവയ്ക്കാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണുന്നത് വലിയ വലിയ ഫാമുകളാണ്. പുൽകൃഷി ഉണ്ട്, അതുപോലെ വെണ്ടക്കായ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്. മനോഹരമായ ഈ കൃഷി സ്ഥലങ്ങളിൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോ തിരിച്ച് പോകാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ചുറ്റിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഫാമുകളാണ്. ആ ഫാമുകൾക്ക് നടുവിലെ ഈ മണ്ണിട്ട ഈ ചെറിയ ഇടവഴി കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീലാണ്. അമരാണിയിലേക്കുള്ള നമ്മുടെ ഈ യാത്രകൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അമരാണിയിലെ മനോഹരമായ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും പുതിയൊരു എപ്പിസോഡ്. ഓക്കെ, ബൈ.